അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വഅൻദിർ അശീറതകൽ അഖറബീൻ. അല്ലേ, കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. അള്ളാഹു നമ്മെ നന്നാക്കി തെരുമാറാവട്ടെ. അതിന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. എന്തൊക്കെയാണ്? ഒന്നുമില്ലെങ്കിൽ വീട്ടിലേക്ക് കയറി ചെല്ലും ഉമ്മായോട് സലാം പറയാൻ പറ്റുക. അതൊക്കെ ചെറിയ സിമ്പിളായിട്ട് കിട്ടുന്ന സുന്നത്താണ്. ഇസ്ലാമിന്റെ സമഗ്രത പരിശോധിച്ചു നോക്കിയാൽ ഒരാൾ രാവിലെ പ്രഭാതത്തിൽ ഉണർന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്തൊക്കെ ചെയ്യണം അത്ര കൃത്യമായിട്ട് പറഞ്ഞ വേറെ ഒരു മതമല്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരാളെങ്ങനെ ബ്രഷ് പിടിക്കണമെന്ന് പോലും ഇസ്ലാമിലുണ്ട്. വെറുതെ കിട്ടുന്ന സുന്നത്താണ്, വെറുതെ കിട്ടുന്ന സുന്നത്താണ്. ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എന്റെ സദസ്സിനോട് പറയുന്നില്ല, ദുഹാ നിസ്കരിക്കാൻ വേണ്ടി പറയുന്നില്ല. ഒന്നില്ലെങ്കിൽ ബ്രഷ് പിടിക്കുമ്പോ നിന്റെ ചെറുവിരലും ഈ വിരലും ഇങ്ങനെയാക്കി ബ്രഷ് പിടിക്കണം. അതിന് പ്രത്യേകമായ രൂപം, അത് നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അറിയാം. വെറുതെ ഒരു വിരൽ ഇങ്ങനെ ആക്കിയാൽ കിട്ടുന്ന സുന്നത്താണ്. നമ്മൾ സാധാരണ പിടിക്കുന്നതിൽ ഉപരിയായി ഈ ചെറുവിരലൊന്ന് താഴ്ത്തിയിട്ട് പിടിച്ചാൽ നമുക്കൊരു സുന്നത്ത് വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. കിടക്കുന്ന സമയത്ത് നമ്മളെ വിരിപ്പൊന്ന് കൊട്ടിയിട്ട് കിടന്നാൽ ഒരു സുന്നത്ത് വെറുതെ കിട്ടുകയാണ്. ഇങ്ങനെ എത്ര സുന്നത്ത്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നു. അല്ലാഹു തആല നമുക്കതൊക്കെ നൽകുമാറാവട്ടെ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു കൃത്യമായ ഭാഗത്തിൽ നിന്ന് തുടങ്ങാൻ നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന്റെ ഓരോ സംഗതിക്കും അത്ര കണിശതയും അത്ര കൃത്യവുമുണ്ട്. അതുകൊണ്ടാണ് പലരും ഇസ്ലാമിലേക്ക് വന്നത്, പലരും ഇസ്ലാമിനെ കുറിച്ച് ചിന്തിച്ചത്. പക്ഷെ നമുക്ക് മാത്രം ഇസ്ലാം എന്താണെന്ന് മനസ്സിലായില്ല, നമുക്ക് മാത്രം മനസ്സിലായില്ല. നമ്മളിങ്ങനെ ഒരു എന്ന മട്ടിൽ നടക്കണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലേ, ഒരാൾ ബസ് കയറി, വന്തിയോടിൽ നിന്ന് ബസ് കയറി കാസർഗോട്ടേക്ക് പോകുന്ന ബസ്സിൽ കയറിയിട്ട് കണ്ടക്ടർ വന്ന് ടിക്കറ്റ് ചോദിച്ചപ്പോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് എടുത്താൽ മതി എന്ന് നമ്മളെ തൊട്ടപ്പുറത്തുള്ള യാത്രക്കാരൻ പറഞ്ഞാൽ നമ്മൾ അയാളെ പറ്റി എന്താ പറയാ? ഓന് തലക്ക് സുഖമില്ല എന്നാ പറയാ, ലക്ഷ്യമില്ലാത്ത ആളെന്നാ പറയാ. നമ്മള് വീടിന്റെ മുമ്പുറത്തേക്ക് വന്നിട്ട് ഒരാൾ മുട്ടി, നമ്മൾ വാതിൽ തുറന്നു നോക്കും ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്, എന്താ മോനെ പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ വന്നാണ് എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ അയാളെ കുറിച്ച് ഭ്രാന്തൻ എന്ന് പറയും. പോസ്റ്റിനോട് സംസാരിച്ച് നടക്കുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ പരിഹസിച്ചു ചിരിക്കും, എന്താ ഒരു പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ശരിക്കും നമ്മളാണ് ഭ്രാന്തന്മാർ, നമ്മളാണ് ഭ്രാന്തന്മാർ. നമ്മളെ ലക്ഷ്യം എന്താ ഉള്ളത്? ഒരു ലക്ഷ്യമില്ല. നമ്മൾ ഒരാളെ കുറിച്ച് ഭ്രാന്തനാണെന്ന് പറയും, എന്തൊരാവേശമാണ്, എന്തൊരാവേശമാണ്. അതാണ് നമ്മൾ ചിന്തിക്കണം. വേറെ ആളെ കുറിച്ച് ഓനൊരു പണിയില്ല. ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഒരു 60-70 വയസ്സാകുമ്പോൾ മരിക്കുള്ളൂ എന്നാ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയാൽ, നമ്മുടെ തൊട്ടപ്പുറത്തെ മംഗലാപുരത്തെ ഹോസ്പിറ്റലുകളിൽ പോയാൽ 15 വയസ്സുള്ള ആളുകൾക്ക് വൃക്ക കേട് വന്നിട്ട് ഡെയിലി 2 ഡയാലിസിസ് ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം. എത്ര പേരുണ്ട്? അള്ളാഹു നമ്മ അത്തരം രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. ക്യാൻസർ ബാധിച്ചിട്ട് 12 വയസ്സുള്ള കുട്ടികൾ അവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളിൽ വളരെ വേദനയോടെ നിൽക്കുന്നുണ്ട്. ഇത്രയൊക്കെ പണമുണ്ടായിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വേദനിക്കുന്നവരുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വേദനിക്കുന്നവർ. കോടിക്കണക്കിന് സ്വത്തുണ്ട്, പറഞ്ഞിട്ടെന്താ? കൊയലിലൂടെ തൊണ്ടയിലേക്ക് കൊയൽ കയറ്റിയിട്ട് ജ്യൂസായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. നമ്മളെ ഈ പ്രതാപവും ഈ പ്രൗഢിയും ഈ ആഭിജാത്യവും ഈ അന്തസ്സും നഷ്ടങ്ങളിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ഉമർ ഖാലിബായ ഫാഖിറം ബിന്നസബി കൈഫ തഫാഖുറു വാസിലുകും മിൻ ഖബ്ലു തിയം വനായരു വാശാരി മൂശാരി വമണ്ണാനു പാണരു വകുശവാനു ചട്ടി വനായാരി പറയരു. അഹന്ത നടിക്കുന്നവനെ, അഹംഭാവമുള്ളവനെ, ആഭിജാത്യം പറയുന്നവനെ, തറവാട് പറഞ്ഞ് ഞാൻ ഏതാ തറവാട് എന്ന് നമ്മളെ വിചാരം, ഞാൻ വലിയ ആള് അല്ലെ. അയാ ഫാഹിറം ബിന്നസബി, എവിടുക്കാണോ നീ തറവാടും പറഞ്ഞ് നടക്കുന്നത്? കൈഫത്ത ഫാഹുർ, നിർത്ത്. വാസുലൂകുമു മിൻ ഖബൽ, നിന്റെ അടിവേരെന്ന് പരിശോധിച്ചു നോക്ക്. നിന്റെ മുന്നിൽ കൂടെ നീ എണ്ണി, നിന്റെ വാപ്പാന്റെ വാപ്പ എണ്ണി നോക്ക്. പറയാൻ കൊള്ളൂല, നമ്മൾ പറയൂല. സയ്യിദുനാ ഉമറുൽ ഖാദി റളിയല്ലാഹു, വലിയ രസികനായ, കേരളം കണ്ട ഏറ്റവും പ്രഗൽഭനായ നൈമിഷിക കവിയാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു. ഒരു ദിവസം പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു ആട് കടന്നുറങ്ങുന്നുണ്ട്. അപ്പോഴും കവിത പാടിയ മഹാന. യാഗാനം യാഗാനം ലതനം ഹൂന ഇൻതനം ഹൂന ഫല്ലർബു അജീബു. ആടിനോട് പറഞ്ഞു, യാഗനം യാഗനം ലതനം ഹൂന, നീ ഇവിടെ ഉറങ്ങാൻ പറ്റൂല. ഇൻ തനം ഹാവുന,
എങ്ങാനും നീ ഇവിടെ ഉറങ്ങിയാൽ ഫല്ലർബു വാജിബു, നിനക്ക് നല്ല അടി കിട്ടും, വേഗം പൊയ്ക്കോ എന്ന് ആടിനോട് പാടിയ മഹാനാണ് സയ്യിദുനാ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കാക്ക, വയസ്സായ ഒരു കാക്ക കൊട്ടടക്ക തിന്നുന്നത് കാണുന്നു. അപ്പൊ ഉമർ ഖാദി പാടി, ലാ തകുൽ ബി കൊട്ടടക ലിഫഖദി സിന്നി ഫീ ഫമിക വൗലാനല്ല പൈങ്ങടക ബിലാ ശക്കിൻ വലാ റൈബി. ലാ തകുൽ ബി കൊട്ടടക, കൊട്ടടക്ക തിന്നല്ല കാക്ക. ലിഫഖദി സിന്നി ഫീ, പല്ലില്ലാത്ത നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? വൗലാ നല്ല പൈങ്ങടക്ക, അത് അവിടുത്തെ മലയാളമാണ്, നല്ല പൗപ്പിച്ച അടക്കയാണ് നിങ്ങൾക്ക് നല്ലത്. ബിലാ ശക്കിൻ വലാ റൈബിൻ, ഒരു സംശയം അതിലില്ല. നമ്മളെ കൂട്ടത്തിൽ ഒരിക്കലും നന്നാവാത്ത ആൾക്കാരുണ്ടാവും, എത്ര പറഞ്ഞാലും. അങ്ങനത്തെ നമ്മളെപ്പോലത്തെ ആളുകളെ കുറിച്ചാണ് ഉമർ ഖാദി പാടിയത്. വലൗവൽഫാമിന്നിട്ട് നായിന്റെ വാലിന് പിയോടക്കുഴൽ വഴില തസ്തഖീമൂലി ഹാലിഹി. വലൗവൽഫാമിന്നിട്ട് നായിന്റെ വാല് 1000 വർഷം ഇട്ടാലും, ഈ ഓടക്കുഴൽ വഴി, ഓടക്കുഴലിൽ 1000 വർഷം ഇട്ടാലും ഒരു കാലത്തു ശരിയാവൂല. അതുപോലെയാണ് നമ്മളെപ്പോലത്തെ ചില ആളുകളുണ്ട്. സയ്യിദുനാ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മൾ തോന്നുന്ന ഈ പ്രൗഢി ഉണ്ടല്ലോ, ഈ ഒരു അന്തസ്സും ആവിജ എന്ത് പറയുമ്പോ നമുക്കൊരു കുറവാ. അത് എന്നൊന്ന് ഇൻസൾട്ട് ചെയ്താണെന്നുള്ള ചിന്തയാണ് വരുന്നത്. എന്ത് ഇൻസൾട്ട് അല്ലെ? എത്ര പ്രാവശ്യമാ നമ്മൾ അതിന്റെ പേരിൽ തർക്കിക്കുന്നത്, നമ്മൾ എത്ര പ്രാവശ്യമാ നമ്മൾ അതിന്റെ പേരിൽ കലഹിക്കുന്നത്. ചെറിയൊരു പ്രശ്നം, ഈഗോ ക്ലാഷ്, ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ നമ്മളിങ്ങനെ ശണ്ട ഗുണം, അതിനൊന്നും നേരല്ല. ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ, ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ, ഇതിന്റെ ക്ഷണപ്രഭാചഞ്ചലമായ വിഷയങ്ങളെപ്പറ്റി മനസ്സിലാക്കിയാൽ നമുക്കിവിടെ നിൽക്കാൻ തോന്നൂല. ഇന്നലില്ലാഹി ഇബാദൽ ഫൂതനാ ത്വല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫിതനാ. എത്ര നല്ല അടിമകളാണ് അവർ ദുനിയാവ് വെടിഞ്ഞു, അവർ ഭൗതികത മാറ്റിവെച്ചു. അവർക്ക് ഭക്ഷണം വേണ്ട, അവർക്ക് വലിയ സന്തോഷം വേണ്ട, ആഭിജാത്യം വേണ്ട, അന്തസ്സ് വേണ്ട, കൊട്ടാരം വേണ്ട, ഒന്നുമേ വേണ്ട. അവരെ മനസ്സിലേക്ക് വരുന്നത് എന്റെ ഹബീബ് എവിടെയാണ്, എന്റെ റബ്ബ് എവിടെയാണ്, എനിക്കൊന്ന് കാണണമല്ലോ. മരിക്കുന്ന സമയത്ത് ചിരിക്കുന്നു. എന്താ കാരണം? എന്റെ പടച്ചോനെ എനിക്ക് കാണാൻ പറ്റുമല്ലോ, എന്റെ പടച്ചോനെ എനിക്ക് കാണുമല്ലോ എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് മരിക്കുന്നു. അവർക്കിതൊന്നൊരു പ്രശ്നമേ അല്ല. ആര് ഇൻസൾട്ട് ചെയ്യുന്ന പ്രശ്നമില്ല, ആര് ചീത്ത പറയുന്ന പ്രശ്നമില്ല. സയ്യിദുനാ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരാൾ ചീത്ത പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ചീത്ത പറഞ്ഞ ആളുകൾക്ക് നല്ലൊരു സമ്മാനം കൊണ്ടുപോയി കൊടുത്തയച്ചു. സമ്മാനം എന്താ? തന്റെ ഭൃത്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ പോയി അങ്ങാടിയിൽ പോയിട്ട് നല്ല ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള സാധനം വാങ്ങിക്കൊണ്ടുവരണം. അങ്ങനെ ഇയാൾ പോയി നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല സാധനം ഏതാ? ഈത്തപ്പഴമാണ്. ഈത്തപ്പഴയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി അജുവ ഈത്തപ്പഴമാണ്. അത് കൊണ്ടുവന്നു പാക്ക് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു, എന്തു പറഞ്ഞു? ഇന്ന ആൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. കൂട്ടത്തിൽ ഒരു ലെറ്ററും സയ്യിദുനാ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വെച്ചു കൊടുത്തു. എന്താണ് ലെറ്റർ? ഇയാള് പൊതി കൊണ്ടുവന്നു. പൊതി തുറന്നു നോക്കുമ്പോ നല്ല ഈത്തപ്പഴം കാണുന്നു. ഈത്തപ്പഴം കാണുന്ന സമയത്ത് അതിനൊന്നിച്ച് ലെറ്ററിൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത ബിസ്മിയും കൂട്ടിയിട്ട് പറയുന്നു, മോനെ നീ എന്നെ ചീത്ത പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ശരി, സന്തോഷമായി. നീ എന്നെ ചീത്ത പറഞ്ഞപ്പോ നിന്റെ അക്കൗണ്ടിലുള്ള നന്മകളൊക്കെ എനിക്ക് കിട്ടി. നീ അത് വെറുതെ എനിക്ക് തന്നതാണ്. അത് വലിയൊരു ഉപകാരമാണ്. അതിന് തിരിച്ചു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്തോ? ഇന്ന് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും നല്ല സാധനം ഈത്തപ്പഴാണ്. ഞാൻ നിനക്ക് കൊടുത്തയച്ചിരിക്കുകയാണ്, സ്വീകരിച്ചോളൂ. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വളരെ കൃത്യമായി മുഅ്മിനീങ്ങളുടെ സ്വഭാവങ്ങൾ പറയുന്ന ഭാഗത്ത് വളരെ വ്യക്തമായി തന്നെ ഇബാദുർ റഹ്മാനിൽ വിശദീകരിച്ച കാര്യമാണ് ഈ സംഭവം. കള്ളക്കഥയൊന്നുമല്ല. സയ്യിദുനാ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എത്ര സുന്ദരമായിട്ടാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വേറെ ആളെ നബി തങ്ങളുടെ സാന്നിധ്യത്തിൽ ചീത്ത പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, നിർത്ത്. നീ അവനെ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ? ഇല്ല, പറഞ്ഞില്ല. രണ്ടുപേര് സംസാരിക്കുമ്പോ നിങ്ങൾക്കിടയിൽ ഒരു മലക്കുണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഈ രണ്ട് ആള് സംസാരിക്കുന്നതിനിടയിൽ മൂന്നാമതൊരു മലക്കുണ്ടാകും. എന്നിട്ട് ഈ മലക്ക് പറയും, എത്രേ? മലക്ക് എന്താ പറയാ? മലക്ക് പറയും, ഞാനിപ്പോ നിന്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ ഈ മലക്ക് പറയും, അല്ലല്ല നിന്റെ ഉപ്പ. ചീത്ത വിളിച്ചാലോട് പറയും. നീ ഓനെ തക്കാളിനാ വിളിച്ചതെങ്കിൽ ഈ മലക്ക് പറയും, എന്ത്? അല്ലല്ല നീയാണ് തക്കാളി, ഞാൻ നല്ല പദങ്ങൾ ഉപയോഗിച്ചതാണ്. എന്താണോ ചീത്ത വിളിക്കുന്നത് ആ പദം മലക്ക് തിരിച്ചു പറയും. അപ്പൊ അതേ സമയത്ത് ചീത്ത കേട്ടാൽ തിരിച്ചു പറഞ്ഞാൽ ഓനെയും പറയും. അതേ സമയത്ത് ഇല്ല, നീ എന്ത് പറഞ്ഞിട്ട് അള്ളാഹ് നിന്നെ നന്നാക്കട്ടെ, അല്ലെ, അള്ളാഹ് നിന്നെ നന്നാക്കട്ടെ എന്നൊരാൾ പ്രതികരിച്ചാൽ അപ്പോഴും മലക്ക് ഇടപെടും. എന്നിട്ട് മലക്ക് പറയത്ര, അല്ല ഓ നന്നാവരുതില്ല, അവൻ നന്നാവേണ്ട ആവശ്യം, നീ നന്നായാ മതി എന്ന് മലക്ക് പറയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു നമ്മുടെ സംസാരങ്ങളിൽ വരുന്നു, നമ്മുടെ വർത്തമാനങ്ങളിൽ വരുന്നു. മൻ കസുറ കലാമുഹു കസുറ ദുനൂബുഹു വമൻ കസുറ ദുനൂബുഹു മാത ഖൽബുഹു വമൻ മാത ഖൽബുഹു ദഖല ഫിന്നാർ. ഹലാല് മാത്രമല്ല, ഹറാമ് മാത്രമല്ല, ഹലാലും വെറുതെ സംസാരിച്ചാൽ ഹറാമ് സംഭവിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ വിചാരിക്കും മഗ്രിബ് കഴിഞ്ഞിട്ട് സ്വറ പറയാനിരിക്കുമ്പോ എത്ര വിടൽസാണ് വിടാറുള്ളത്. നല്ല ബണ്ടല് വിടുമ്പോ അത് ഹലാലെന്ന്, ഞാൻ ആരെ ചീത്ത പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നബി തങ്ങൾ പറയുന്നു, അല്ല, നീ പറയുന്നത് സത്യമായ വർത്താനാണെങ്കിൽ ശരി, ഒന്നുമല്ല ആവശ്യമില്ലാത്ത വർത്താനം വെറുതെ പറഞ്ഞാൽ അത് ഹറാമിലേക്ക് എത്തിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ദുന്നൂനിൽ മിസ്രി തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാള് മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കാണ്. സലാം പറഞ്ഞു, മടക്കണില്ല. സലാം പറഞ്ഞു, മടക്കുന്നില്ല. പിന്നെയും സലാം പറഞ്ഞു, മടക്കുന്നില്ല. സലാം പറഞ്ഞു മടക്കാതിരുന്നപ്പോ ഈ ദുന്നൂനിൽ മിസ്രി തങ്ങൾക്കൊരു പേടി, പടച്ചോനെ മുജാഹിദുകളോട് സലാം പറയാതിരിക്കേണ്ടത്, അല്ലേ? മുജാഹിദുകളോട് സലാം പറയാൻ പാടില്ല, ഒരിക്കലും പാടില്ല. മുജാഹിദുകളെ മുഖത്ത് നോക്കിയാൽ, സുന്നത്ത് ജമാഅത്തിന് എതിരുള്ള ഒരു തബ്ലീഗുകാരന്റെ മുഖത്ത് നോക്കി ചിരിച്ചാൽ അവന്റെ ഈമാൻ പോകുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിട്ടുണ്ട്. ഈമാൻ പോകുമെന്നാണ്. ഈമാനിന്റെ സ്വർഗത്തിന്റെ സൗണ്ട് പോലും കേൾക്കൂല എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ചിരിച്ചാ മതി, ഒന്നും വേണ്ട. ഞാനിപ്പോ അവനോട് ചിരിച്ചില്ലെങ്കിൽ അവനിപ്പോ ഒരു ഇടങ്ങേറാവോ? നമ്മളെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന് പ്രശ്നമാവോ? ആ ഫ്രണ്ട്ഷിപ്പ് പരിഗണിച്ചിട്ട് ഒരു വഹാബിയായ ആളെ മുഖത്തൊക്കെ ചിരിച്ചാൽ ഈമാൻ പോകുമെന്ന് ഞാനല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു. അവിടുന്ന് മഹാനാണെന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. സലാം പറഞ്ഞില്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടോട്ടെ. ഈ ഫ്രണ്ട്ഷിപ്പ് നിനക്ക് കിട്ടിയാൽ ആഖിറത്തിൽ അള്ളാന്റെ റസൂലിന്റെ ഫ്രണ്ട്ഷിപ്പ് കിട്ടൂല, ഒരു സംശയമില്ല. നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. നമ്മളെ ബിസിനസിന്റെ പാർട്ട്ണറാണ്, ശരി, അല്ലെങ്കിൽ വേറെ എന്തും. ഓനിപ്പോ ഇങ്ങനെ പറഞ്ഞാലിപ്പോ ഓൻ എന്നെ പറ്റി എന്താ വിചാരിക്ക? ഓൻ എന്നെ സഹകരിക്കൂല, സഹകരിക്കണ്ട. എന്തിന് വേണം ആ സഹകരണം? അങ്ങനെ ദുന്നൂനിൽ മിസ്രി തങ്ങൾ സലാം അടക്കാതിരുന്നപ്പോ വല്ലാത്ത സങ്കടം വന്നു. ആ സമയത്ത് ദുന്നൂനിൽ മിസ്രി തങ്ങൾ സങ്കടം വന്ന സമയത്ത് അവിടെ ഇരുന്ന മഹാൻ അവിടുന്ന് മണലിലൂടെ കൈകൊണ്ട് എഴുതി കാണിക്കുന്നു, മുനി അല്ലിസാനു മിനൽ കലാമി ലിഅന്നഹു ഹദ്ഫുൽ ബലാഇ വജാലിബുൽ ആഫാത്ത്. എന്റെ നാക്കിനെ ഞാൻ ബന്ദ് ചെയ്തു വച്ചിരിക്കുന്നു, എന്റെ നാക്കിനെ ഞാൻ സീൽ ചെയ്തു വച്ചിരിക്കുന്നു, എന്റെ നാക്കിനെ ഞാൻ സീൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സംസാരിക്കൂല, നല്ലതുപോലും പറയൂല. നല്ലതിന് വേണ്ടി നാക്കുപയോഗിച്ചാൽ അതെങ്ങാനും തെറ്റിലേക്ക് വന്നാലോ, അതുകൊണ്ട് ഞാൻ സംസാരിക്കൂല, സലാം മടക്കൂല. നാക്കുകൊണ്ടൊരു പരിപാടിയുമില്ല, അതിനെ ഞാൻ ഉപയോഗിക്കൂല. ദുന്നൂനിൽ മിസ്രി തങ്ങളോട് പറയാണ്, സലാം പറയാൻ വേണ്ടി എന്റെ നാക്കിനെ ഞാൻ ഉപയോഗിച്ചാൽ അറിയാതെ വേറെ വല്ലതിന് ഉപയോഗിച്ചാലോ, അതുകൊണ്ട് നാക്കുമായിട്ടുള്ള ഒരു ഇടപാടും വേണ്ട, അത് ക്ലോസ് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്ന് ദുന്നൂനിൽ മിസ്രി തങ്ങളോട് ആ മഹാൻ പറഞ്ഞു. ശേഷം ആ മഹാന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇങ്ങനെ ജീവിച്ച മഹാന്മാരാണ് നമ്മുടെ മുന്നിലുള്ളത്, ഇങ്ങനെ ജീവിച്ച മഹത്തുക്കളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ സയ്യിദുനാ സഅലബത്ത് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ അറിയാതെ ഒരു അന്യ പെണ്ണിനെ കണ്ടതാ. അതിന്റെ പേരിൽ മലമടക്കുകളിലേക്ക് ചെന്ന് ദിവസങ്ങളോളം കരഞ്ഞു കഴിഞ്ഞിരുന്ന മഹാന്മാർ, അവരെയും നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു തആല നമ്മെ നന്നാക്കി പെരുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ നല്ല നിലക്ക് നമ്മുടെ ഈ പരിപാടി ഇവിടെ ആരംഭിച്ചു. അല്ലാഹു തആല വളരെ
ഉജ്ജ്വലമായ രൂപത്തിൽ നമ്മുടെ ഈ പരിപാടി പര്യവസാനിപ്പിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് ആത്മാർത്ഥമായി പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ മക്കളിൽ നിന്ന് തുടങ്ങണം. മക്കളെ പഠിപ്പിക്കണം, മക്കളെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കണം, അവരെ ചെറുപ്പത്തിലെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം. ചെറുപ്പമാണെന്ന് കരുതി അവരെ തോന്നിവാസത്തിന് വിടാൻ പാടില്ല. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരുടെ കയ്യിലുള്ള മൊബൈൽ അത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. മൊബൈൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൊബൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഓരോരുത്തർക്ക് 4 മെമ്മറി കാർഡുള്ള സമയമാണ് അല്ലെ. ഒരു മെമ്മറി കാർഡ്, പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു മെമ്മറി കാർഡ് അല്ലെ, ഓരോരുത്തർക്കും 4-5 മെമ്മറി കാർഡുള്ള സമയമാണ്. വാപ്പമാര് മൊബൈൽ കൊടുക്കുമ്പോ SLCയിൽ 2 A+ പാസ്സായി എന്ന് പറഞ്ഞിട്ട് സമ്മാനം കൊടുക്കുമ്പോ നല്ല മൊബൈൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ മൊബൈലിലൂടെ കേടുവരാൻ പാടില്ല. ഫേസ്ബുക്ക് അതേപോലെ ഗൂഗിൾ നെറ്റ്വർക്ക് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്റെ മോൻ ഉഷാറ എന്താ നെറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അഭിമാനത്തോടെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം അവരെന്തിലൊക്കെയാണ് പോകുന്നത്, അതറിയാനുള്ള മനസ്സുണ്ടാവണം. ഇങ്ങനെ ശ്രദ്ധിക്കാൻ അല്ലെ. പെൺകുട്ടികളെ വിദ്യാഭ്യാസം ഇസ്ലാമിൽ വേണ്ട തന്നെയാണ്. പക്ഷേ പോകുന്ന പെൺകുട്ടി എത്ര മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്, അവിടെ എത്ര മണിക്കാണ് എത്തുന്നത്, ഏത് ബസ്സിലാണ് പോകുന്നത് എന്ന് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ട് കേളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അല്ലാഹു തആല നമ്മുടെ മക്കളെ നന്നാക്കി പെരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കളെ നന്നാക്കി പെരുമാറാവട്ടെ. നമ്മുടെ പരിസരങ്ങളിൽ മഗ്രിബിന് ശേഷം തബാറക ഓതാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. എത്ര തന്നെ ഇതായാലും ഇദാ വഖഅതി പോലുള്ള സൂറത്തുകളെങ്കിലും പതിവാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഞാനിത് പറയുന്നത് നമ്മൾ വലിയ നല്ല ആളായിട്ട് പറഞ്ഞൊന്നുമല്ല. നമ്മളെല്ലാരും കൂടെ ചർച്ച ചെയ്തിട്ട് നാട്ടുകാർ, നമ്മുടെ നാടിന്റെ ഈ ഐക്യം, നമ്മുടെ നാടിന്റെ ഈ ഭദ്രത അത് നിലനിന്നിട്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവരായി നമുക്ക് മാറണം. ഒരു ചെറിയ സംഭവം മാത്രം സൂചിപ്പിച്ച് ഞാൻ നിർത്തുന്നു. സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി വാളെടുത്ത സമയത്ത് എത്ര അറുത്തിട്ടും അറിവ് നടക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വാള് കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, വാളേ നീ എന്താണ് അറിവ് നടത്താത്തത്? എന്റെ യജമാനനായ റബ്ബിന്റെ ഓർഡർ അനുസരിച്ചാണ് ഞാൻ അറക്കുന്നത്, നീ അറിവ് നടത്താത്തത് എന്തേ? ആ സമയത്ത് വാള് കറാമത്ത് കൊണ്ട് പറയുന്നു, മുഅ്ജിസത്ത് കൊണ്ട് വാള് പറഞ്ഞു, ഇബ്രാഹിമേ എന്നെ പ്രേരിപ്പിക്കല്ലേ, നിർബന്ധിപ്പിക്കല്ലേ, ഞാൻ ഈ ഇസ്മായിലിന്റെ കഴുത്ത് വാളുകൊണ്ട് അറുക്കൂല, എന്നെ കൊണ്ട് അറുക്കാൻ സാധ്യമല്ല. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, അനാവശ്യമായ പ്രണയത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, അനാവശ്യമായി സ്നേഹിക്കുന്നതിന് മുമ്പ്, നടന്മാരെ സ്നേഹിക്കുന്നതിന് മുമ്പ്, നടിമാരെ മനസ്സിൽ വെക്കുന്നതിന് മുമ്പ് മദീന എന്ന് പറയുന്ന അനുരാഗത്തിന്റെ ആ മഹാതലത്ത് ഒരംശമാകുവാൻ നമുക്ക് സാധിക്കണം. ഇസ്മായിൽ നബി അറുക്കാൻ പറ്റാത്ത വാള് പറയുന്നു, ഞാൻ ഇസ്മായിലിനെ അറുക്കൂല, ഇസ്മായിലിനെ ഞാൻ അറുക്കൂല. അതിന്റെ കാരണം എന്താണ്? ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ അത് ചില്ലറക്കാരനല്ല. വനൂറ് മുഹമ്മദ് തൽമൗ മിൻഹു, ഇസ്മായിൽ എന്ന് പറയുന്നത് ഹബീബായ മുത്തുനബിയുടെ വല്യുപ്പയാണ്, എന്റെ ഹബീബിന്റെ ഉപ്പാപ്പയാണ്, എന്റെ ഹബീബിന്റെ ഉപ്പാപ്പയാണ്. എന്റെ ഹബീബിന്റെ ഉപ്പാപ്പയായ ഇസ്മായിലിന്റെ കഴുത്തറുക്കാൻ എനിക്ക് സാധ്യമല്ല, ഞാൻ അറുക്കൂല. പറയുന്നതാരാണ്? വെറും ജീവനില്ലാത്ത വാളാണ്. ഈ വാള് കാണിക്കുന്ന പ്രണയത്തിന്റെ അല്പമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകണം. അർഹമുർ റഹീമീനായ റബ്ബ് നബിതങ്ങളെ സ്നേഹിക്കാനും, എത്ര പേരാണ് നബിതങ്ങളെ പറ്റി പറയുമ്പോ, ഹബീബിനെ പറ്റി പാടുമ്പോ, നബിതങ്ങളെ പറ്റി ആലോചിക്കുമ്പോ, നബിതങ്ങളെ പറ്റി ചിന്തിക്കുമ്പോ വല്ലാതെ കരഞ്ഞു പോകുന്നു. നബിതങ്ങളുടെ ചെരിപ്പ് കാണാൻ വേണ്ടി അതേ ബഹുമാനപ്പെട്ട
ഇമാം ഫാക്കിഹാനി റളിയല്ലാഹു അൻഹു എത്ര ദൂരമാ സഞ്ചരിച്ചിട്ട് ഈജിപ്തിലെ മ്യൂസിയത്തിലേക്ക് ചെന്നത്. നബി തങ്ങളെ ചെരുപ്പ് കണ്ട സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നു, ഇദാ ഖീല ലീ മജ്നൂനി ലൈലാ വവസ്ലഹാ, എനിക്ക് ലോകം മുഴുവൻ ലഭിച്ചാലും, ഒരുപാട് സ്വർണം ലഭിച്ചാലും, ഒരുപാട് ഭൗതികത ലഭിച്ചാലും, ഒരുപാട് സമ്പത്ത് ലഭിച്ചാലും, ഈ ചെരുപ്പിന്റെ അടിയിലുള്ള മണ്ണെനിക്ക് വേണ്ട. ആ മണ്ണിന്റെ പൊടിയുണ്ടല്ലോ, ആ പൊടി തന്നാൽ എനിക്ക് വേറെ സമ്പത്ത് വേണ്ട, എനിക്ക് വേറെ ഒന്നും വേണ്ട. അല്ലാഹു അത്തരത്തിലുള്ള സ്നേഹം നമുക്ക് നൽകുമാറാവട്ടെ, നമ്മെ നന്നാക്കി പെരുമാറാവട്ടെ. ഈ സദസ്സ് സ്വീകരിക്കണം റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. സാധുക്കളായ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹാജാതങ്ങളുടെ പേരിൽ സംഘടിപ്പിച്ച ഈ സദസ്സ് അവിടുത്തെ പൊരുത്തമുള്ള സദസ്സാക്കണം റഹ്മാനെ. ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ, ഞങ്ങളെ മനസ്സ് നന്നാക്കണം റഹ്മാനെ, ഞങ്ങളെ മനസ്സ് നന്നാക്കണം റഹ്മാനെ. ഞങ്ങളെ കൊണ്ട് ഒരാൾക്കും ഒരു വേദനയും നീ നൽകല്ല റഹ്മാനെ. ഇൽമു നൽകണം റഹ്മാനെ, ഇഖ്ലാസ് നൽകണം റഹ്മാനെ, മദീന കാണിക്കണം റഹ്മാനെ, മക്കത്തേക്ക് എത്തിക്കണം റഹ്മാനെ. നബി തങ്ങളെ കാണാനും അവിടുത്തെ കണ്ടു മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാനും തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾ തെറ്റ് ചെയ്തതിന്റെ പേരിൽ, മനസ്സിൽ കിബറുണ്ടായതിന്റെ പേരിൽ, മനസ്സിൽ അസൂയയുണ്ടായതിന്റെ പേരിൽ നബി തങ്ങളെ കാണിക്കുന്നതിന് തൊട്ട് തടസ്സപ്പെടുത്തല്ല റഹ്മാനെ, നീ വിലങ്ങാവല്ല റഹ്മാനെ. അവിടുത്തെ കാണിക്കണം റഹ്മാനെ. കാണിക്കുന്ന സമയത്ത് വളരെ ആത്മാർത്ഥമായി ഒരു സലാം പറയാൻ, പരിചയം പുതുക്കാൻ, പരിചയമുണ്ടാക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളെ ഖബറിലേക്ക് വെച്ചിട്ട് ഫോട്ടോ കാണിച്ച് ധാരാണെന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹബീബാണെന്ന് പറയാൻ ഞങ്ങളുടെ നാക്കിന് ഊർജം നൽകണം റഹ്മാനെ, ഊർജം നൽകണം റഹ്മാനെ. ഞങ്ങളെ മനസ്സിലുള്ള സ്നേഹം അതിന്റെ വിധങ്ങളോടാക്കണം റഹ്മാനെ. ഹറാം ചെയ്യാത്ത കണ്ണ് വേണം റഹ്മാനെ, ഹറാം കാണാത്ത കണ്ണ് വേണം റഹ്മാനെ, ഹറാം കേൾക്കാത്ത ചെവി വേണം റഹ്മാനെ, ഹറാമിലേക്ക് ചിന്തിക്കാത്ത, ഹറാമിലേക്ക് നടക്കാത്ത, പിടിക്കാത്ത അവയവങ്ങൾ നൽകണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കണം റഹ്മാനെ, നീ ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനത്തെ നീ ഉയർത്തണം റഹ്മാനെ. ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ദീർഘായുസും ആഫിയത്തും കൊടുക്കണം റഹ്മാനെ. ഞങ്ങളാക്കിയ ഞങ്ങളെ ഉസ്താദുമാർ അല്ലാഹു അവരുടെ പൊരുത്തം നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളുടെ വല്യുമ്മമാർ, വല്യുപ്പമാർ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ അല്ലാഹു അവർക്കൊക്കെയും ഖൈറ് നൽകണം റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തി ഹബീബിന്റെ ജിവാറിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ഈ സ്ഥാപനത്തെ നീ ഉയർത്തണം റഹ്മാനെ. ഞങ്ങളുടെ നാടിന്റെ വിളക്കാക്കണം റഹ്മാനെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, മരിക്കുന്ന സമയത്ത് ഈമാന് നൽകണം റഹ്മാനെ. വിചാരണയുടെ സമയത്ത് ഞങ്ങളൊക്കെ ദാഹിച്ചു വലയുമ്പോ ഹൗദുൽ കൗസർ കൊടുക്കുന്നുണ്ടെന്നറിഞ്ഞ് ആവേശത്തോടെ ചെല്ലുമ്പോ അല്ലാഹുവേ പോടാ എന്ന് നബിതങ്ങൾ ആട്ടിപ്പായിക്കുന്ന വിഭാഗത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ല റഹ്മാനെ. നബിതങ്ങൾ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരോട് പറയും റഹ്മാനെ. ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ, ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. ഉസ്താദുമാരുടെയും മാതാപിതാക്കളുടെയും പൊരുത്തം നൽകണം റഹ്മാനെ. ഈ ദുആനെ സ്വീകരിക്കണം റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا عليك توكلنا وإليك نبنا وإليك المصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا يا راحم المساكين. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ദുആ വസിയത്തോടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ചൊവ്വാഴ്ച രാത്രി
നമ്മോട് സംസാരിക്കുന്നത് പ്രഗത്ഭ പണ്ഡിതനും ഉടുപ്പി സംയുക്ത ജമാഅത്ത് ഖാദിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗവുമായ ബഹുമാനപ്പെട്ട ശൈഖുന ബേക്കൽ ഉസ്താദാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് അതോടൊപ്പം നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ അറിയപ്പെട്ട പ്രമുഖനായ പണ്ഡിതനും പ്രഭാഷകനും നമ്മുടെ സ്ഥാപനത്തിന്റെ മാനേജറും അതേപോലെ തന്നെ ഇവിടുത്തെ സ്വദർ മുദരിസുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് സഖാഫി പാത്തൂർ ഇൻഷാ അല്ലാഹ് ഇസ്ലാമും നവനൂറ്റാണ്ടും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നാളെ ഇവിടെ വഅദ് നടത്തും. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെയും കർണാടകയിലൊക്കെയും ഒരുപാട് സദസ്സുകളിൽ ഇസ്ലാമിക ദഅവത്ത് നടത്തുന്ന വളരെ പ്രഗത്ഭനായ പണ്ഡിതന്മാരാണ്. അല്ലാഹു അവർക്കൊക്കെയും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. എല്ലാവരെയും ഈ വിവരം അറിയിക്കുകയും ഹാജാ തങ്ങളുടെ ഈ സദസ്സിലേക്ക് പങ്കെടുപ്പിച്ച് നമ്മുടെ ഈ പരിപാടി വിജയമാക്കി തരുന്നതിന് വേണ്ടി സജീവമായ സഹകരണം എല്ലാവരുടെ മനസ്സിലുണ്ടാവണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.